ഇടുക്കി മൂന്നാറിൽ കാലിന് പരിക്കേറ്റ ഒറ്റക്കൊമ്പനെ വനംവകുപ്പ് നിരീക്ഷിച്ചു വരികയാണ്. നിലവിൽ കാട്ടാന കല്ലാറിലെ ചോലവനത്തിലാണ് നിൽക്കുന്നത്. ആന ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാതിരിക്കാനും വനംവകുപ്പ് നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. സന്ദീപ് രാജാക്കാടിന്റെ റിപ്പോർട്ട്. കാലിന് ഗുരുതരമായി പരിക്കേറ്റിട്ടുള്ള ആന ഇപ്പോൾ ഈ കല്ലാർ ഡിവിഷന്റെ ഭാഗത്താണ് ഉള്ളത്. ഇവിടെ നിന്ന് നമ്മൾ കാണുന്ന ആ ഒരു വനമേഖലയിലേക്കാണ് ഇപ്പോൾ നിൽക്കുന്നത്. ആ ചോലവനത്തിലാണ് ഉള്ളതെന്നാണ് വനംവകുപ്പ് വ്യക്തമാക്കുന്നത്. വനംവകുപ്പിന്റെ വാച്ചർമാരടക്കം RRT സംഘമടക്കം നിരീക്ഷണം നടത്തുകയാണ്. ഈ ജനവാസ മേഖലയാണ് ഇവിടം. ഈ ജനവാസ മേഖലയിലേക്ക് ആന എത്താതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമം കൂടിയാണ് നടത്തുന്നത്. ഒപ്പം തന്നെ ഈ ചികിത്സ നൽകണമെങ്കിൽ അതിൻ്റെ ആ ഒരു മേഖലയിൽ തന്നെ നിലനിർത്തിക്കൊണ്ട് മയക്കുവെടി വെക്കുന്ന ഒരു സാഹചര്യത്തിലൊക്കെ എത്തിയാൽ അതിൻ്റെ ഒരു സൗകര്യം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ആന മറ്റൊരു മേഖലയിലേക്ക് പോകാതെയുള്ള ഒരു നിരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായിരുന്നാലും ഇന്ന് തന്നെ ഡോക്ടർ വെറ്റിനറി സർജൻ എത്തും എന്നാണ് മനസ്സിലാക്കി. ഇപ്പോൾ ഏത് ഭാഗത്തേക്കാണ് കയറിയിരിക്കുന്നത്? ഈ കടലാറ് ഭാഗത്തിനാണ്, ഈ കുന്നിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഈ മണ്ടയ്ക്കകത്ത് ഒരു 4 കിലോമീറ്റർ കടന്നു വന്നിട്ടുണ്ട്. എപ്പോഴാണ് ഈ ഭാഗത്തേക്ക്? ഇത് ഇപ്പോൾ ഒരു 2 മണിക്കൂറേ ഉള്ളൂ. ആ, പറയാൻ പറ്റില്ല, ചിലപ്പോൾ തിരിച്ചു വന്നാലും വരും. ഭാഗത്തേക്ക് പോകും, ഒന്ന് കടലാറ് പോകും. ആ 2 ഭാഗത്താണ് ഇങ്ങനെ നിൽക്കുന്നത് നടുകിൽ. കടലാറ് ഇതുപോലെ തന്നെ കുന്നായിട്ടുള്ള പ്രദേശം. അതെ അതെ അതെ. ആ ചോലക്കാടും തേയിലും അങ്ങനെ 2 ഭാഗവും ഒരേ കണക്കാണ് നിൽക്കുന്നത്. ഇപ്പം ശരിക്കും നടക്കാൻ പറ്റുന്ന ബുദ്ധിമുട്ടുണ്ട്. ഈ മണ്ണൊക്കെ വാരിയാണ് ഈ വേനൽ ഇടുന്നത്. അതെ അതെ, ചെറുപ്പം പാടാം. മറ്റാരോഗ്യ പ്രശ്നങ്ങളൊന്നും ആരോഗ്യമില്ല അത്രയും. ഈ ചോലക്കകത്ത് കയറിയ പിന്നെ ഒന്നും കാണാൻ പറ്റത്തില്ല. അതെ അതെ, എല്ലാ സമയത്ത് സാറ് നമ്മുടെ RS സാറ് വരും. അപ്പോൾ ഞങ്ങൾ പോയി നോക്കും, വരും, അത്രയേ ഉള്ളൂ. എന്തായിരുന്നാലും അത്തരത്തിലാണ് ഈ ഒരു കാട്ടാനയെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവർ നേരിട്ട് അടുത്ത് പോയി കണ്ട് ഇല്ലെങ്കിൽ നിരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്നവരാണ്. അവർ പറയുന്നതനുസരിച്ച് കാലിന് മുറിവുണ്ട് എങ്കിൽ പോലും ആ മുറിവ് വലിയ പ്രശ്നമുള്ളതല്ല, പക്ഷേ പ്രയാസപ്പെട്ടാണ് നടക്കുന്നത്. എന്നാൽ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ആനയ്ക്കില്ല എന്ന് തന്നെയാണ്. എന്തായിരുന്നാലും വെറ്റിനറി സർജൻ എത്തി പരിശോധിച്ചതിന് ശേഷമായിരിക്കും മറ്റു നടപടികളിലേക്ക് കടക്കുക. എന്തായിരുന്നാലും ചികിത്സ നൽകുക എന്നുള്ള ഒരു രീതിയിലേക്ക് തന്നെയാണ് വനംവകുപ്പ് പോകുന്നത്. അത് ഏത് തരത്തിൽ എങ്ങനെ നടപ്പിലാക്കാം എന്നുള്ളതാണ് ഇപ്പോൾ വനംവകുപ്പ് ആലോചിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ആദ്യം വെറ്റിനറി സർജൻ എത്തി ഈ ആനയെ കണ്ടതിന് ശേഷം മറ്റ് നടപടികളിലേക്ക് കടക്കാനുള്ള തീരുമാനം എടുത്തിരിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ജിതിൻ ജോസഫിനൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട്, ഇൻ റിപ്പോർട്ടർ ഇടുക്കി.